അവന്റെ പ്രിയപ്പെട്ട ഉപ്പാനെ ഒരു ഓപ്പറേഷന് വിധേയമാക്കിയതാണ്. അങ്ങനെ ബില്ലൊക്കെ അടച്ച് പുറത്തേക്ക് വരുമ്പോ ആ പ്രിയപ്പെട്ട പിതാവ് വല്ലാതെ കരയുന്നു, കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകുന്നു. മക്കൾ ചോദിച്ചു, ഉപ്പ എന്തിനാ കരയുന്നത്? ബില്ല് കൂടുതലായത് കൊണ്ടാണോ? ഞങ്ങളുടെ അടുത്ത് പണം ഒരു പ്രശ്നമേ അല്ല. ഡോക്ടർമാർ പറഞ്ഞു, ഉപ്പ എന്തിനാ ഞങ്ങൾ കരയുന്നത്? നമുക്ക് ബില്ല് ഞങ്ങൾ കുറച്ചു തരാം, നിങ്ങൾ കരയേണ്ട, പ്രയാസപ്പെടേണ്ട. പക്ഷെ ആ പിതാവ് പറഞ്ഞൊരു കാര്യം, മക്കളെ, എന്റെ പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഞാൻ കരയുന്നത് അതുകൊണ്ടൊന്നുമല്ല. എനിക്കിപ്പോ 65 വയസ്സായി. ഒരു ചെറിയ ഓപ്പറേഷന് വിധേയനായപ്പോ ഏകദേശം 3-3.5 ലക്ഷം രൂപയോളം ചെലവ് വന്നു. പക്ഷേ എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും ഓർത്തുകൊണ്ട് 65 വയസ്സുവരെ ചെറിയ തലവേദനയും പനിയുമല്ലാതെ വലിയ രോഗങ്ങളും എനിക്ക് ബാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ ഒരു ചെറിയ ഓപ്പറേഷന് വിധേയനായപ്പോ 3-3.5 ലക്ഷം രൂപ എനിക്ക് ചെലവ് വന്നു. പടച്ചോനെ, എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും എത്രമാത്രം വിലയുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഉള്ളറിഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനൊരു ശുക്ർ രേഖപ്പെടുത്താൻ, ഒരു നന്ദി രേഖപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം, ഈ ഒരു ഉത്തരം നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കുക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവങ്ങൾ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. ഖുർആനിലെ ആയത്തിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് അഹ്സനുൽ ഖൗൽ എന്നാണ്. ഏറ്റവും നല്ല വാക്ക്. ഖുർആനിലെ വാക്കുകളും ആയത്തുകളും അങ്ങനെയാണ്. അഹ്സനുൽ ഖൗൽ, ഏറ്റവും നല്ല വാക്കുകൾ, വാചകങ്ങൾ. ഖുർആനിലെ കഥകളെ കുറിച്ച് പറയുന്നത് അഹ്സനുൽ ഖസസ് എന്നാണ്, ഏറ്റവും നല്ല കഥ. നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുന്നത് അഹ്സനു തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ. മൂക്ക് വെക്കേണ്ടടുത്ത് മൂക്ക്, കണ്ണ് വെക്കേണ്ടടുത്ത് കണ്ണ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങുമ്പോ, നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുമ്പോ നമ്മുടെ ശരീരത്തിലെ ഹൃദയം എങ്ങാൻ ഉറങ്ങിപ്പോയിരുന്നുവെങ്കിൽ, നമ്മുടെ കിഡ്നി എങ്ങാൻ പണിമുടക്കിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? അൽഹംദുലില്ലാഹ്, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ഗാഠനിദ്രയിലാകുമ്പോഴും നമ്മുടെ അവയവങ്ങൾ അത് പ്രവർത്തിക്കുന്നു, അത് നമുക്ക് വേണ്ടി ഉറക്കൊടിഞ്ഞ് പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമുക്കെല്ലാം ഉള്ളറിഞ്ഞുകൊണ്ട്, ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഒരു ശുക്ർ രേഖപ്പെടുത്താം. അൽഹംദുലില്ലാഹ്. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ, പഠിച്ചോനെ, എന്റെ കിഡ്നി, എന്റെ ലിവർ, എന്റെ ഹൃദയം, എന്റെ കണ്ണ്, എന്റെ കാഴ്ച, എന്റെ കേൾവി, എന്റെ കൈകാലുകൾ, എന്റെ ബുദ്ധി, എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇത്രമാത്രം മനോഹരമായിട്ടാണല്ലോ ചലിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ, ഇതെങ്ങാൻ നിലച്ചു പോയാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു വെറുതെ ആക്കൂല. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം വന്നുപെട്ടാൽ, നമ്മളെ മകൾ സ്കൂൾ വിട്ട് വന്നു, അൽഹംദുലില്ലാഹ്. നമ്മൾ ഈ പരിപാടിയുടെ സ്ഥലത്തെത്തി, അൽഹംദുലില്ലാഹ്. നമ്മുടെ യാത്ര കഴിഞ്ഞൊരു സ്ഥലത്തെത്തി, നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തി, അൽഹംദുലില്ലാഹ്. നമ്മൾ രാത്രി ഉറങ്ങി, ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് പറഞ്ഞ് മരണത്തിലേക്ക്, യഥാർത്ഥത്തിൽ ഉറക്കെന്ന് പറയുന്നത് ഒരു മരണം തന്നെയാണ്, മരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതിലേക്ക് ഉറങ്ങി നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോ പ്രയാസങ്ങളൊന്നുമില്ല. നമ്മളെ കിഡ്നി ചലിക്കുന്നുണ്ട്, നമ്മളെ പുഞ്ചിരിയുണ്ട്, നമ്മളെ കണ്ണുകൾ തുറക്കുന്നുണ്ട്, കൈകാലുകൾ അനക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷേ നമ്മളോട് മറന്നു പോകുന്നില്ലേ? ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോ എത്ര പേര് ആത്മാർത്ഥമായി ഹൃദയം തൊട്ടുകൊണ്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പടച്ചോനെ, ഇന്നലെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥ, സൈലന്റ് അറ്റാക്ക് എനിക്ക് വന്നിട്ടില്ല, എന്റെ ഹൃദയം നിലച്ചു പോയിട്ടില്ല, സ്ട്രോക്ക് എനിക്ക് വന്നിട്ടില്ല, എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊന്നൊരു കേട് വന്നിട്ടില്ല, അൽഹംദുലില്ലാഹ്. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചിരിക്കുന്നു, രണ്ടാമതൊരു പുതിയ ജന്മം. മാഷാ അല്ലാഹ്. നമ്മൾ അങ്ങനെ പറയുമ്പോണ്ടല്ലോ, അള്ളാഹു നമ്മളെ വെറുതെയാക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒരു ശുക്ർ രേഖപ്പെടുത്തിയാൽ, കിഡ്നിയെ സംബന്ധിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവങ്ങളെ കുറിച്ച്, നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ശുക്ർ രേഖപ്പെടുത്തുമ്പോ, ലഇൻ ശകർതും ലഅസീദന്നകും. മാഷാ അല്ലാഹ്. വണ്ടിയുടെ പുറത്തൊക്കെ നമ്മൾ എഴുതി വെച്ചത് കാണാം, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തിയാൽ, നിങ്ങൾ അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തിയാൽ, ലഇൻ ശകർതും ലഅസീദന്നകും. പ്രപഞ്ചത്തിലെ ഓരോന്നും അങ്ങനെയാണല്ലോ.
കണ്ണുകളൊന്നു വിഹായസിൻ വിരിമാറത്തേക്ക് തിരിക്കേണം. കൽബ് തുറന്ന് പ്രപഞ്ചത്തിന്റെ കലയിൽ ചിന്ത പതിക്കേണം. എണ്ണമില്ലാ ചെറു താരഗണങ്ങൾ എത്രയും വലുതെന്നോർക്കേണം. ഏറെ ഗ്രഹങ്ങൾ കണ്ണിൽപ്പെടാത്തതു വേറെയുമുണ്ട് ധരിക്കേണം. വാനിൽ പാറത്തിയിടും വിമാനം എടുത്തോളൂ, അത് കണ്ണകലും തോറും ചെറുതാകും, പിന്നെ ക്രമത്തിൽ കാണാതാകും. എന്നാ ക്രമത്തിൽ തന്നെ എണ്ണാം വാനിൽ കാണുന്ന താരകൾ അവയുടെ ദൂര പെരുപ്പം, കാരണം കണ്ണിന് വളരെ ചെറുപ്പം. പടുപടുകൂറ്റൻ മാഷാ അല്ലാഹ് പടുപടുകൂറ്റൻ ഗോളങ്ങൾ ആ ശൂന്യാകാശക്കടലിൽ ഇടതടവില്ലാതങ്ങും ഇങ്ങും നീങ്ങുന്നു. പണ്ട് മുതൽ ഇന്നോളവു വാനിലാടിയിലൂളം വെച്ച് കൊണ്ടവ തമ്മിൽ ഒളിച്ച് കളിക്കണ കാണുന്നു. എന്നല്ല ഇനി നാളെ ഖിയാമത്തോളവു മക്കളി നിൽക്കൂല. എല്ലാമേവം കറങ്ങിയിടാഞ്ഞാൽ ഈ ലോകം നിലനിൽക്കൂല. എന്നാലോ അവ ഒന്നും ഒരിക്കലും തമ്മിൽ കൂട്ടിയടിക്കൂല. എന്നും മനോഹരമായ വ്യവസ്ഥയിൽ നിന്നണുവളവും തെറ്റൂല. കാര്യം ശരിക്കുമോർത്താൽ കോരിത്തരിക്കാൻ മാത്രം ഗൗരവമുള്ളൊരു ഭരണ വ്യവസ്ഥ. ആരിതിൻ പിന്നിലിരുന്ന് സമസ്ത ഗോള ലക്ഷങ്ങളെയൊന്നായി താളം തെറ്റാതവ നന്നായി ഉന്നത നിലയിൽ രൂപപ്പെടുത്തി എന്നു മടക്കി ഭരിക്കണ ശക്തി. ശക്തിയതാരെന്നറിഞ്ഞിട്ടില്ലാത്തൊരു പുൽക്കൊടി പോലും ചിന്തകരാരും ഈ ദുനിയാവിൽ വന്നില്ല. സകല ചരാചരവും സൃഷ്ടിച്ചുണ്ടാക്കി സംരക്ഷിക്കും ജഗപരിപാലകനാണവനാരും പങ്കില്ല. അപ്പൊ നമ്മള് ഒരു അനുഗ്രഹത്തെ ചൊല്ലി ഒരു ശുക്ർ രേഖപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, നമ്മളത് പറയുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോ ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു നമുക്ക് പുതിയ പുതിയ അനുഗ്രഹങ്ങൾ, ഏറ്റവും നല്ല അനുഗ്രഹ വർഷം നമുക്ക് ചൊരിഞ്ഞു തരും. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമില്ലെങ്കിൽ, അവന്റെ കാരുണ്യത്തിന്റെ വർഷമെങ്ങാൻ നിലച്ചു പോയാൽ, പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ എന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹുവിന്റെ നോട്ടമെങ്ങാൻ നിലച്ചു പോയാൽ, അതിലൂടെയുള്ള നോട്ടമെങ്ങാൻ നേട്ടമെങ്ങാൻ ഇല്ലാതായി പോയാൽ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന അതാണ്. അതുകൊണ്ട് എപ്പോഴും പ്രിയപ്പെട്ടവരെ, എനിക്ക് ആമുഖമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എപ്പോഴും അല്ലാഹുവിനോട്, നമ്മൾ ഉസ്താദുമാരൊക്കെ കണ്ടില്ല, എപ്പോഴും തസ്ബീഹ് പിടിച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ വിചാരിക്കും നിസ്സാരപ്പെട്ടൊരു കാര്യമാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നിത്യം കരയുമെൻ കണ്ണുകൾ നീറുന്ന വേദന ഉള്ളിലായി, നീ അറിയില്ലേ എന്തെണ്ണങ്ങൾ, നീ മാത്രമാണെൻ സഹായങ്ങൾ. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, വെറുതെ ഇരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളറകളെ പളുങ്ക് പാത്രം പോലെയാക്കാൻ, ഉറക്ക് നന്നായി വരാൻ, മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ, മുഖത്തിന് ശോഭ കിട്ടാൻ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. നിങ്ങൾ വിചാരിക്കും നിസ്സാരമാണെന്ന്. ഈ ഭൂമിയെ മുഴുവൻ, ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഒരു ത്രാസിലിട്ട് മറ്റേ ത്രാസിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തസ്ബീഹും തഹ്ലീലും നിങ്ങളിട്ടാൽ കനം തൂങ്ങുന്നത്, അല്ലാഹുവിന് പ്രിയപ്പെട്ടത് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എപ്പോഴും ദിക്റുകൾ, എപ്പോഴും അല്ലാഹുവിനുള്ള ശുക്ർ, ഏറ്റവും നല്ല ദിക്റുകൾ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നൽ ഖുലൂബ്.
നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പ്രതിഫലം വാരിക്കൂട്ടാം. അതുകൊണ്ട് മനസ്സിന് സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ഇബാദത്തുകൾ ചെയ്യുമ്പോൾ, ഒരു നന്മ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. പെണ്ണുങ്ങളെ, നിങ്ങൾ വിചാരിക്കും രാവിലെ അടുക്കളപ്പണി ചെയ്ത് രാവിലെ 5:30 മണിക്ക് തുടങ്ങി രാത്രി 12-1 മണി വരെ അടുക്കളപ്പണി ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പ്രയാസപ്പെടുമ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ഈ ചെയ്യുന്നത് ഒരു ഇബാദത്താണ്, ഒരു നന്മയാണ്. എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നന്മയാണ്. അതുകൊണ്ട് ആ നീയത്ത് നമുക്ക് വേണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാഷാ അല്ലാഹ്. അങ്ങനെ നീയത്തുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ അടുക്കളപ്പണി മുഴുവൻ ഒരു ഇബാദത്തായി മാറും. മാഷാ അല്ലാഹ്. അതുകൊണ്ട് ആ ഇബാദത്തിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴും ആ നീയത്ത് നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് നമ്മൾ പിന്തുടർന്നു കൊണ്ടിരിക്കുക. മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഇല്ല. ജനനം മുതൽ മരണം വരെ മാത്രമല്ല, സ്വർഗത്തോളം എത്തുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് അവിടുന്ന് പിരിഞ്ഞു പോയത്. മാഷാ അല്ലാഹ്. ഖദർ കത്തും റസൂലിന്റെ തിരുറൗള ശരീഫിന്റെ കരൾ കൊണ്ട് കാണി കാണാൻ വിധി കൂട്ടല്ല, വിധി കൂട്ടല്ല. മന്നാന്റെ ഹബീബായ റസൂലിൻ വദനം മനതാരിൽ കീന കാണും കഅബ സദനം. മരണത്തിൻ മുന്നേ റൗള നിനവിൽ കാണാൻ തരണം നീ തൗഫീഖെന്നിൽ മദീനത്തെത്താൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേരളത്തിന് പുറത്തു പോയാൽ ഇതുപോലുള്ള സംവിധാനങ്ങളും, ഇരിക്കാനുള്ള സംവിധാനങ്ങളും, ഇതുപോലുള്ള ഉസ്താദന്മാരുടെ ഇൽമിന്റെ മജ്ലിസുകളും പരിപാടികളും ഒന്നും കൂടുതൽ ഉണ്ടാവുകയില്ല. നമുക്ക് എല്ലാത്തിനും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹങ്ങളുണ്ട്. നല്ല ക്ലാസുകൾ, ഖുർആൻ ക്ലാസ്, ഹദീസ് ക്ലാസുകൾ, ഇതുപോലുള്ള ഇൽമിന്റെ മജ്ലിസുകൾ, നമുക്ക് നിത്യേന മദ്രസ, മഹല്ല് സംവിധാനങ്ങൾ എല്ലാം നമുക്കുണ്ട്. നമ്മൾ നോക്ക്, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് എന്റെ സഹോദരിമാരോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ഉമ്മമാരോട്, ഭാര്യമാരോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഓരോ മക്കളും വഴിപിടിച്ചു പോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഉമ്മമാര്. ഞാൻ നിങ്ങളെ തെറ്റു പറയുന്നതല്ല. കാരണം നിങ്ങളെ മടിത്തട്ടിൽ നിന്നാണ്, നിങ്ങളുടെ സ്വഭാവം നോക്കിയാണ് നമ്മളെ പ്രിയപ്പെട്ട മക്കൾ വളർന്ന് വലുതാകുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ പറയുന്നത്, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മളെ മക്കള്, അതായിരിക്കും നമ്മളെ മക്കള്. ഗൾഫുകാരൊക്കെ ഒരുപാട് പേര് വിദേശത്താണ്, ജോലി സ്ഥലത്താണ്. പ്രത്യേകിച്ചും മക്കളെ ശ്രദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് സമയവും അവസരവും ഉണ്ടാകുക. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ പ്രിയപ്പെട്ട മക്കൾ മയക്കുമരുന്നിലേക്കും, കള്ളിലേക്കും, കഞ്ചാവിലേക്കും, രാസലഹരിയിലേക്കും, പെൺവാണിഭ സംഘങ്ങളിലേക്കൊക്കെ വഴിപിടിച്ചു പോകാൻ കാരണക്കാര് പെണ്ണുങ്ങളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ കാരണം, നിങ്ങളുടെ മടിത്തട്ടിൽ നിന്നാണ് ആ പ്രിയപ്പെട്ട മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി പോകുന്നത്. നിഷ്കളങ്കരായ, ഏറ്റവും നല്ല ഫിത്രത്തിൽ, ഏറ്റവും നല്ല സ്വഭാവത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മക്കൾ പിന്നീട് എങ്ങോട്ടോ പോകുന്നു. എന്തുകൊണ്ടാ കാരണം? നമ്മുടെ ജീവിതത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ ഒന്നുമില്ല. ഞാൻ 5 നേരവും നമസ്കരിക്കുന്നുണ്ടോ? ആ നമസ്കാരത്തിന് ശേഷം ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ എനിക്കറിയാം, നമസ്കാരം എന്ന് പറയുന്നത് ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി തർക്കുസ് സലാത്ത്. ഒരു നമസ്കരിക്കാത്തവനും നമസ്കരിക്കുന്നവനും, ഒരു മുസ്ലിമും മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമുണ്ടോ ഇല്ലേ എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമസ്കാരം ഞാൻ നിലനിർത്തുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ എല്ലാ നമസ്കാരവും കൃത്യമാണോ? അതിനുശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഓരോ മനസ്സുകളോടും എന്നോടും ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മളെ മക്കള് എങ്ങോട്ടും പോകൂല. രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. മക്കൾ എന്തോ ആവശ്യത്തിന് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോ
ഉപ്പ ഉമ്മ ഒരേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നമസ്കരിക്കുന്നു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു, കരയുന്നു. പിറ്റേന്ന് രാവിലെ മോൻ ചോദിച്ചു, മോള് ചോദിച്ചു, ഉമ്മ ഇന്നലെ നിങ്ങൾ എന്തിനാ കരയുന്നത് കേട്ടല്ലോ രാത്രി, എന്താണ് വിഷയം? മോനെ മോളെ, ഞാൻ തഹജ്ജുദ് നമസ്കരിച്ചതാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, പരലോക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ് മോനെ മോളെ എന്ന് പ്രാക്ടിക്കലായി അവര് കണ്ട് അവരോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉറങ്ങിക്കൊടുക്കുന്ന സമയത്ത് അള്ളാഹു ഞാനും മാത്രം, എന്റെ ആവലാദികളും വേവലാദികളും പറയാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. മാഷാ അല്ലാഹ്. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയോ? ഇൻഷാ അല്ലാഹ്. എല്ലാവരും നമ്മൾ ഈ പറയുന്ന നിസ്സാരപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ, എനിക്കറിയാം തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, പക്ഷെ ഇനി മുതൽ അത് നമുക്ക് പ്രാവർത്തികമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാം നിയത്ത് വെക്കുക, ഇനി മുതൽ ഞാൻ എല്ലാ ദിവസവും രാത്രി ഞാനും റബ്ബും മാത്രമേ ഉള്ളൂ. പഠിച്ചോനെ, എനിക്കിങ്ങനെ രോഗമുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ട്, എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു ജോലി പ്രശ്നമുണ്ട്, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ കുറെ പ്രയാസങ്ങളുണ്ട്, എല്ലാം നമുക്ക് തുറന്നു പറയാം. ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലാഹ് എന്റെ ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യക്ക് വെറുപ്പിടിക്കും, ഈ ഭർത്താവ് ഇങ്ങനത്തെ മനുഷ്യനായി പോയല്ലോ. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ വിചാരിക്കും, ഈ ചങ്ങ എന്റെ കെട്ടിയവൻ ഇങ്ങനത്തെ വല്ലാത്തൊരു മോശക്കാരനായി പോയല്ലോ. മക്കളോട് പറഞ്ഞാൽ മക്കൾ വിചാരിക്കും, എന്റെ ഉപ്പയും ഉമ്മയും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ആരോട് പറഞ്ഞാലും വെറുപ്പിടിക്കും. പക്ഷേ അല്ലാഹ് റഹ്മാനുർ റഹീം, നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ അല്ലാഹു ഉണ്ട്. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇലാ ദആനി. അല്ലാഹുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ മക്കൾ കാണണം, രാവിലെ എഴുന്നേറ്റ് എല്ലാ നമസ്കാരവും കഴിഞ്ഞ് വൈകുന്നേരം മഗ്‌രിബിന് ശേഷം ഖുർആനൊക്കെ പാരായണം ചെയ്ത്, രാവിലെയും ഖുർആൻ പാരായണം ചെയ്ത്, രാവിലെ ളുഹറിന്റെയും സുബഹിയുടെയും ഇടയിലുള്ള 2 റക്അത്ത് ളുഹാ നമസ്കാരവും നമസ്കരിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ, പെണ്ണുങ്ങളെ ആണുങ്ങളെ നമുക്ക് ഉറപ്പിച്ച് പറയാം, അള്ളാഹുവിന്റെ പ്രത്യേകം അനുഗ്രഹം നമ്മൾക്കുണ്ടാവും. അള്ളാഹു അത്തരക്കാരോട് കൊടുത്ത് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മൾ ദീനീ വിദ്യാഭ്യാസത്തിന് അല്ലേ, നമ്മൾ മഹല്ല് സംവിധാനം, മഹല്ല് കൂട്ടായ്മയാണ്, മഹല്ല് സംഗമമാണിത്. നമുക്ക് മദ്രസയിലെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഒരു ഇൽമിന്റെ മജ്ലിസിന് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മദ്രസ വിദ്യാഭ്യാസം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ, നമ്മളെ മക്കൾക്ക് എത്രത്തോളം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊടുത്താൽ നമ്മളെ മക്കൾ എങ്ങോട്ടും വഴിപിഴച്ചു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയോ, നമ്മളെ മക്കൾ പരിശുദ്ധരാകാൻ അത് വഴി. ഞാനിപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആണുങ്ങളും, ഞാൻ ഇരിക്കുന്ന എന്റെ സദസ്സിലെ പ്രിയപ്പെട്ടവരോടും ഒറ്റവാക്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും. ആ ഉത്തരം ഇങ്ങനെയാണ്: നമ്മളൊക്കെ അന്ന് മദ്രസയിൽ നിന്ന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ഉസ്താദന്മാര് വായിൽ വെള്ളവും പറ്റിച്ച് നമ്മളെ പഠിപ്പിച്ചു തന്ന നമസ്കാരവും അഖ്ലാഖുകളും സ്വഭാവവും എല്ലാം അത് അന്ന് പഠിപ്പിച്ചതാണ്. ഇന്നും നമ്മളെ മനസ്സിലുള്ളത് നമസ്കാരവും നമസ്കാരത്തിന്റെ ഫർളുകളും നോമ്പ് നോക്കുന്നതും എല്ലാം നമ്മളെ ഉസ്താദന്മാര് പഠിപ്പിച്ചെന്നാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ, കൂടുതലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പെണ്ണുങ്ങളെ, പലപ്പോഴും നമുക്ക് നിസ്സാരപ്പെട്ട കാര്യത്തിന്റെ പേരിൽ നമ്മൾ മദ്രസയിൽ പറഞ്ഞേക്കുന്നത് നമുക്കൊരു അമാന്തം കാണിക്കാറുണ്ട്, വൈക്രമ്യം കാണിക്കാറുണ്ട്. മദ്രസയിൽ പോക്കൊരു വിഷയമല്ല, ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല പറയുന്നത്, അത് വേണം, നിർബന്ധമാണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസത്തിന് അപ്പുറത്ത് ദീനീ വിദ്യാഭ്യാസം, ഈ വിളക്കെങ്ങാൻ കെട്ടുപോയാൽ, ഈ മഹല്ല് സംവിധാനത്തിന്റെ, മദ്രസ സംവിധാനത്തിന്റെ, ഇപ്പോഴും ഞാൻ പലപ്പോഴും വേദനയോടുകൂടി പല മഹല്ലുകളിൽ ഞാൻ പറയാറുണ്ട്, എന്താണെന്നറിയോ, ഈ മഹല്ല് സംവിധാനത്തിൽ ഈ പ്രിയപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും അതിന്റെ ശേഷം ഇത് ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുക എന്ന വലിയൊരു പേടി, വലിയൊരു ഭയം നമ്മൾക്കിടയിലുണ്ട്. ഒരാൾ മരിച്ചാൽ കഫൻ ചെയ്യാനും കുളിപ്പിക്കാനും മറമാടാനും നമ്മളെ പ്രിയപ്പെട്ട യുവാക്കളും പ്രിയപ്പെട്ട മക്കളും ഉണ്ടാവൂ. അവരിത് പഠിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മദ്രസയെന്ന മാധുരിക്കും മധുവിനു വേണ്ടി പാറന്നെത്തും മലരിലെ മാണി മുത്തുകളാണി ചെറുപഠിതാക്കൾ
അവരുടെ മതപഠനത്തിൽ പ്രാഥമികാധ്യാപകർ മാതാക്കൾ. ഞാൻ പറഞ്ഞല്ലോ, ഉസ്താദന്മാരെ പഠിപ്പിനൊരു പരിധിയുണ്ട്. മദ്രസയിൽ അത്രേ സമയമുള്ളൂ. പക്ഷെ ആ സമയത്തിന്റെ ഉള്ളിൽ നമ്മളെ മക്കളെ ദീനീപരമായി വാർത്തെടുക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നു. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതിന്റെ വില നമുക്കറിയണമെങ്കിൽ ഈ കൊറോണ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ മക്കൾ ദീനി വിദ്യാഭ്യാസത്തിൽ പിന്നാക്കം പോയത് ഈ കൊറോണ സമയത്ത് ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് പശക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രാഥമിക അധ്യാപകർ പ്രിയപ്പെട്ട ഉമ്മമാരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ച് വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണവും മറ്റ് ആരാധനാ കർമ്മങ്ങളും അഖ്ലാഖും അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോ നമുക്ക് നല്ലൊരു മനുഷ്യനെ, നല്ലൊരു മോനെ, നല്ലൊരു മോളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളെ മടിത്തട്ടിൽ നിന്നാണ് ഒരു നല്ല ഉസ്താദ്, നല്ലൊരു ഹാഫിള്, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു നായകൻ, നല്ലൊരു നേതാവ്, നല്ലൊരു പ്രധാനമന്ത്രി, നല്ലൊരു മുഖ്യമന്ത്രി എല്ലാം നിങ്ങളെ മടിത്തട്ടിൽ നിന്ന് വളരേണ്ടവരാണ്. നിങ്ങൾ മോശമാണെങ്കിൽ അവരും മോശമാവും. അതുകൊണ്ടാണ് അടിവേര് പരിശോധിച്ചാൽ നമുക്ക് കാണാം, നമ്മളെ പ്രിയപ്പെട്ട മക്കളൊക്കെ ലാസലഹരിയിലേക്കൊക്കെ പോകുന്നത് നമ്മളെ വീട്ടിലെ സ്നേഹക്കുറവുകൊണ്ടാണ്. ഉപ്പയും ഉമ്മയും എപ്പോഴും അടി, വീട്ടിലെപ്പോഴും കച്ചറ, എപ്പോഴും കുലുമാല്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കിണ്ണം, കിണ്ടി, ഒലക്ക, ഒരൽ, ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും. അടിയോടടി, പെണ്ണുങ്ങൾ ആണുങ്ങൾ അടിയോടടി, ഒരു രക്ഷയില്ല, സമാധാനമില്ല. പിന്നെ മക്കൾ എങ്ങനെ സമാധാനത്തിൽ എങ്ങനെ നന്നായി വളരും? അതിന് നമ്മൾ റെഡി ആയിരിക്കണം. അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് മഗ്‌രിബിന് ശേഷം വീട്ടിൽ നിന്ന് ഖുർആൻ കൊണ്ട് തുടങ്ങുന്നവരുണ്ട്? ഒന്ന് കൈവെക്കോ വെറുതെ? മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ. അല്ലാഹു നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ത്രീകളൊക്കെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ 1, 2, 3 ക്ലാസ്സുകൾ അവരിങ്ങനെ ദിവസം കേൾക്കാറുണ്ട്. സഹോദരിമാരൊക്കെ അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമ്മൾ സുബഹിക്ക് ശേഷം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, എത്ര പേര് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്? ഒരു 20 ആയത്ത്, ഒരു 10 ആയത്ത്, ഒരു പേജ്, ഒരു ജുസ്, അര ജുസ് ഒന്ന് ഓതാൻ നമുക്ക് നമ്മളെ ഭരണഘടനയാണ്, നമ്മളെ മാർഗനിർദ്ദേശമാണ്. അല്ലാഹു നമുക്ക് വേണ്ടി ഇറക്കിയ പരിശുദ്ധ ഖുർആൻ അലമാരയിൽ വെക്കാതെ അത് ഓതാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എത്രമാത്രം നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. മതമറിയുന്നോരാമാതാക്കൾ, അങ്ങനെയാണ്, മതമറിയുന്നോരാമാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത്, മരണദിനത്തോളം പ്രഭയേകും മണിവിളക്കായി, അവരുടെ മഗ്ശറയിൽ തൻ രക്ഷയ്ക്കെത്തും അമലുകളായി. മാഷാ അല്ലാഹ്. ഈ ലോകത്തുനിന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു പോവല്ലോ, എല്ലാവരും ഇവിടെ നിൽക്കുമല്ലോ. അള്ളാഹു നമുക്ക് ആഫിയത്ര ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മരിച്ചു പിരിഞ്ഞു പോകുമ്പോ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ മയ്യത്തായി ഇങ്ങനെ വെക്കുമ്പോ ഉസ്താദ് പറയും, ഈ ഉപ്പാന്റെ പേരിൽ ഉമ്മാന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ മക്കളാരെങ്കിലും ഉണ്ടോ? അല്പസമയത്തെ ശാന്തതയ്ക്ക് ശേഷം ഉസ്താദിന്റെ ചെവിയിൽ ആരോ വന്ന് പറഞ്ഞു, ഉസ്താദേ, ആണുങ്ങളൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ അവന് പേടിയാ പോലും, നിസ്കരിക്കാൻ അറിയില്ല പോലും, മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളും സുന്നത്തും അറിയില്ല പോലും, അതിലെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ല പോലും, അവനിക്ക് പേടിയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു വിരിഞ്ഞ് ഈ ലോകത്ത് വിട പറഞ്ഞു പോയി നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിന്ന് ഉസ്താദ് പറയുന്ന സമയത്ത് അതാ കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മകൻ കടന്നു വരുന്നു. ആ മകൻ മുമ്പിൽ നിന്ന് ഇമാമ് പറയുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ആള് പറയുന്നു, ഈ പ്രിയപ്പെട്ട ഉപ്പാന്റെ പേരിൽ, കുഞ്ഞമ്മദ് ഹാജിയുടെ പേരിൽ പ്രിയപ്പെട്ട മകൻ മയ്യത്ത് നമസ്കരിക്കുന്നു. കൈകെട്ടുമ്പോ അവന്റെ ഉള്ളുകൊണ്ട് കണ്ണുനീർ, 2 കണ്ണും നിറഞ്ഞൊഴുകി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫാത്തിഹ ചൊല്ലുമ്പോ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ പടച്ചോനെ, എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണിത്, എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, അതുകൊണ്ട് പുറത്തു കൊടുക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ഒരു മകനിൽ നിന്ന് വന്നാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ വിജയിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? മതമറിയുന്നോരാമാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത്, മരണദിനത്തോളം
ഏറ്റവും നല്ല തർബിയത്ത് അവന് കൊടുക്കുമ്പോ അല്ലേ അവൻ നല്ലൊരു മോനായി തീരും. വീട്ടിൽ കയറി വരുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു പോരെ നമുക്ക് വഅലൈക്കും അസ്സലാം എന്തൊക്കെയാ സുഖം തന്നെയല്ലേ. ഭക്ഷണം കഴിക്കുമ്പോ, നിസ്കരിക്കുമ്പോ, ഇരിക്കുമ്പോ, നടക്കുമ്പോ വിനയവും സ്നേഹവും ബഹുമാനവും ദീനിപരമായ വഴിയിലൂടെ നല്ലൊരു മോനായി നല്ലൊരു മോളായി മാറിയിട്ടുണ്ട്. തട്ടിടുമ്പോ ഒരു മുടിന്റെ ഒരു ചീള് കാണിക്കാതെ, ഒരു മുടിന്റെ ഒരു അംശം കാണിക്കാതെ അതോടുകൂടി നടക്കുന്ന ഒരു മോള്. മതമറിയുന്നോരാമാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത് മരണദിനത്തോളം പ്രഭയേകും മണിവിളക്കായി. ഇനി നമ്മള് മരിച്ചു പിരിഞ്ഞ് നാളെ മഹ്ശറയിലെത്തുമ്പോ നമ്മൾ ചെയ്ത അമലുകൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവും. മലക്കുകൾ വിളിക്കും, ഇങ്ങോട്ട് വാ. എങ്ങോട്ടായി പോകുന്നത്? ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ്. നോ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എൻട്രി ഇല്ല. നിങ്ങളെ മോനും മോളും നിങ്ങളെ മക്കളൊക്കെ വിളിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഈ ഉപ്പയും ഉമ്മയും കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നരകത്തിൽ ആപതിച്ചു പോയത്. അതുകൊണ്ട് അവരെ കൂടി, ഇതിന് കാരണക്കാരായ അവരെ കൂടി നരകത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുമ്പോ മലക്കുകൾ നമ്മളെ തിരിച്ചു വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നമ്മള് ചുണ്ട് കടിക്കുന്ന, വിരല് കടിക്കുന്ന വല്ലാത്തൊരു സമയം. ഈ ലോകത്ത് നിന്ന് നമ്മൾ കുറവുകേടായി. നമ്മളെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ല, നമസ്കരിക്കാനില്ല, നമുക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാൻ ഈ മക്കളെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. നാളെ പരലോകത്തും നഷ്ടക്കാരികളായി നമ്മളായി തീരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? മതമറിയുന്നോരാമാതാക്കൾ മകന് കൊടുക്കും തർബിയത്ത് മരണദിനത്തോളം പ്രഭയേകും മണിവിളക്കായി. അവരുടെ മഹ്ശറയിൽ തൻ രക്ഷയ്ക്കെത്തും അമലുകളായി. നമുക്ക് വിജയിക്കാൻ അത് മതി പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ദീനീ വിദ്യാഭ്യാസത്തിന്, മദ്രസ വിദ്യാഭ്യാസത്തിന്, മദ്രസയുടെ മഹലിന്റെ ഒരുപാട് ഇൽമിന്റെ മജ്ലിസുകൾക്ക് നിങ്ങൾ ഒരിക്കലും വൈക്ലമ്യം കാണിക്കരുത്. നിങ്ങൾ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. ഏതേത് വഴികളുണ്ടോ ആ വഴിയിലൊക്കെ നമ്മളെ മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. എന്താണെന്നറിയോ? അവിടുന്ന് കിട്ടുന്നതൊക്കെ നന്മയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കാനും പാടാനും ഉപദേശിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മൾ അന്ന് മദ്രസയിൽ നിന്ന് കേട്ട, ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് കേട്ട അറിവ് തന്നെയാണ്. ഈ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ച കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ഈ വിളക്ക്, ഈ ദീനിന്റെ വിളക്ക്, ഈ ദീപശിഖ ഒരിക്കലും കെട്ടുപോകാൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മളെ മക്കളെ ഏതുമാത്രം ദീനിയായ കാര്യം പഠിപ്പിക്കാൻ പറ്റുമോ ആ വേദിയിലേക്ക് 11ഓ 12ഓ എത്രാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചാൽ നമ്മളെ മക്കള്, നിങ്ങൾ പിന്നെ ബേജാറാണ്ട, അവരൊരു സ്ഥലത്തു പോലെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കുടുംബം മനോഹരമായ കുടുംബം, ആ കുടുംബം, ആ സംവിധാനം നന്നായാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കള്, നമ്മളെ വീട്, നമ്മളെ പരിസരമൊക്കെ നന്നായാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവൂല. നമ്മൾ പലപ്പോഴും ചോദിക്കാറില്ലേ, കുഞ്ഞമ്മദ്ക്ക നിങ്ങൾക്ക് ഒരു പ്രയാസവും കാണില്ലല്ലോ, ഞാൻ എന്തിനാ പ്രയാസപ്പെടുന്നത്? എനിക്ക് നല്ലൊരു ഭാര്യ, എൻ്റെ നല്ല മക്കള്, എൻ്റെ നല്ല കുടുംബാംഗങ്ങള് എല്ലാം റെഡിയാണ്, അൽഹംദുലില്ലാഹ്, നല്ല വാഹനം. അങ്ങനെ നമുക്ക് പൂർണ്ണമായി പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? ഈ ഭൂമിയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, യുവാക്കളും യുവതികളും പുതിയ സംവിധാനങ്ങളും പറയുന്നുണ്ടല്ലോ, കുടുംബം വേണ്ട, ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ലിവിങ് ടുഗദർ, പാറിപ്പറന്ന് നടക്കാം പൂമ്പാറ്റയെ പോലെ. അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെങ്ങാൻ ചെറിയ തോതിലെങ്കിലും ഉള്ളെങ്കിൽ അവരോട് എനിക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അള്ളാഹു ഈ ഭൂമുഖത്ത് സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഏറ്റവും വലുതാണ് കുടുംബം എന്ന് പറയുന്നത്. മാഷാ അല്ലാഹ്. ആ കുടുംബ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമെല്ലാം കുത്തഴിഞ്ഞു പോയേനെ, നമ്മുടെ ജീവിതമെല്ലാം കുത്തഴിഞ്ഞു പോയേനെ. നമുക്കറിയാലോ, നമ്മൾ എത്ര വലിയ മുന്തിരി പടർപ്പ്, എത്ര വലിയ മുന്തിരിയാണെങ്കിലും, കറുത്തതും വെളുത്തതുമായ വില കൂടിയ മുന്തിരി, അതിന് പടർക്കാൻ പന്തല് വേണം. പന്തലില്ലെങ്കിൽ നിലത്ത് വീണ് ചീഞ്ഞ് നാറിപ്പോവും, കെട്ടുപോവും.
നമുക്കതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ ഓരോ വ്യക്തികൾക്കും പടർന്ന് പന്തലിക്കാനുള്ള പടർപ്പാണ്, പന്തലാണ് കുടുംബം എന്ന് പറയുന്ന സംവിധാനം. ആദം നബി, അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ തുടങ്ങി അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക പരമ്പര നമ്മളെ പഠിപ്പിക്കുന്നത് കുടുംബത്തിന്റെ മഹത്വവും കുടുംബത്തിന്റെ ഏറ്റവും നല്ല ഊഷ്മളതയും ആ കുടുംബ സംവിധാനത്തിന്റെ മഹത്വവുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബം, നമ്മളെ ഭാര്യ, നമ്മളെ ഭർത്താവ് അത് ക്ലിയർ ആണെങ്കിൽ അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോ അവിടുന്ന് വഹി ഇറങ്ങാറുണ്ട്. വഹി ഇറങ്ങി ഓരോ ദിവസവും ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു സന്തോഷം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന മദീന പള്ളിയിൽ, സ്വഹാബികൾ, നക്ഷത്രത്തുല്യ സഹാബികൾ എങ്ങനെ ഇരിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു, ഒന്നാം തരം ക്ലാസുകൾ കേൾക്കുന്നു, അല്ലേ? അത് കഴിഞ്ഞ് മദീന പള്ളിയിലെ ഇമാം ആരാ? ഇമാം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീനായ അല്ലാഹുവിന്റെ ഹബീബ്, അവരാണ് ഇമാമ നിൽക്കുന്നത്. ബേക്കിൽ ആരാ ഉള്ള മാമുമിങ്ങളായിട്ട്? നക്ഷത്രതുല്യരായ സ്വഹാബികൾ, പ്രിയപ്പെട്ടവര്. മാഷാ അല്ലാഹ്, നല്ല ക്ലാസുകൾ. അത് കഴിഞ്ഞാൽ നേരെ നമ്മളെപ്പോഴും പറയാറുണ്ട്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിരിക്കാൻ, ആ സാന്നിധ്യം നുകരാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. അന്ത്യദൂതന്റെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലർ സ്വഹാബത്തിൻ ചാരത്ത് ഒരുവനായി പിറന്നെങ്കിൽ, 14 നൂറ്റാണ്ട് പിൻപെന്തിന് പാരിൽ ഞാൻ പാപി പിറന്നു വീണ്, പുണ്യ റസൂലിന്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണ്. ഓരോ മുഹിബ്ബീങ്ങളും ഓരോ ആശിഖീങ്ങളും എന്താന്ന് പറയുന്നത്? പടച്ചോനെ, ആ സാന്നിധ്യം ഒന്ന് നുകരാൻ, ആ താമര തോൽക്കുന്ന മുഖമൊന്ന് കാണാൻ, അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് വിരിയുന്ന മൊഴിമുത്തുകളൊന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ലല്ലോ. അതാണ് ഓരോ മുഹിബ്ബിന്റെയും മുഹിബ്ബീങ്ങളുടെയും ആശിഖീങ്ങളുടെയും വലിയ പ്രയാസം എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സ്വഹാബികൾ അങ്ങനെയാണ്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ, താമര തോൽക്കുന്ന ത്വാഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. അവിടുത്തെ ശ്വാസോച്ഛ്വാസം ഒന്ന് ആസ്വദിക്കാൻ, അവിടുന്ന് പാദം വെച്ച ഭാഗത്തുനിന്ന് പാദം വെക്കാൻ, അവിടുന്ന് കിടന്നുറങ്ങിയ ഭാഗത്തുനിന്ന് കിടന്നുറങ്ങാൻ, അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട മൊഴിമുത്തുകൾ കേൾക്കാൻ, മൗനാനുവാദങ്ങൾ കേൾക്കാൻ. മാഷാ അല്ലാഹ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നമസ്കരിച്ചു നേരെ പോകുന്നത് തെരുവിലേക്കാണ്. തെരുവിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. കച്ചവടം റെഡിയാണോ, അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, എല്ലാം ശ്രദ്ധിക്കും. ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞു പോകുന്നത് നേരെ വീട്ടിലേക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷ ഓടി വരുന്നു. ആയിഷ റളിയല്ലാഹു തആല ഓടി വരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഓടി വരുന്നു. ആയിഷ, ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ കുടുംബത്തിന്റെ മനോഹാരിത കണ്ട്, ഊഷ്മളത കണ്ട് നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷയോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും യാ ആയിഷ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞേക്ക്. ആയിഷ, എന്റെ പ്രിയപ്പെട്ടവളെ, കണ്ണിലേക്ക് നോക്കി, കണ്ണും തമ്മിൽ സംസാരിക്കുന്നു. ആയിഷ, നിന്നെ എനിക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. നമ്മളെ വീട്ടിൽ നിന്ന് അമ്മദ്ക്കാ, പോക്കർക്കാ, സൂപ്പിക്കാ എപ്പോഴെങ്കിലും നമ്മളെ ഭാര്യന്റെ മുഖത്ത് നോക്കി, ആജറേ, പത്തുമ, എനിക്ക് തന്ന അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? കുരിപ്പെ ഇഞ്ഞി വന്നേരാണ് ഈ പ്രശ്നമെല്ലാം തുടങ്ങിയെന്ന് ഞാൻ തമാശ പറഞ്ഞാണ്, അല്ലേ? പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആലയോട് അങ്ങനെയാണ് സ്വഹാബികൾ ചോദിച്ചത്, പ്രവാചകരെ അങ്ങക്ക് ഏറ്റവും ഇഷ്ടാരോടാണ്? ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്.
പിന്നെ ആരോടാണ്? അത് പെണ്ണുങ്ങളോടാണല്ലോ. ആണുങ്ങളോട് ഏറ്റവും ഇഷ്ടം ആരോടാ? അന്ത്യപ്രവാചകന്റെ ആത്മസുഹൃത്താണ്, അവരിൽ രോഗം ബാധിച്ചപ്പോൾ ഇമാമാണ്. ആറ്റൽ റസൂലിന്റെ ശേഷം അമീറാണ് അബൂബക്കർ റളിയല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ ഉപ്പാനോട് അല്ലേ, അബൂഹാ ആയിഷാ ബീവിന്റെ ഉപ്പാനോട്, അമ്മോശൻ കാക്കവനോട് ഇഷ്ടം. നമ്മൾ ആരെങ്കിലും പറയോ അങ്ങനെ എനിക്ക് അമ്മോശനോട് ഭയങ്കര ഇഷ്ടമാണ്? അമ്മോശനെ കിട്ടിയ സമയത്ത് ഇരുട്ടടി അടിക്കും നമ്മള് അമ്മോശന അല്ലേ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, അബൂഹാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആയിഷാ റളിയല്ലാഹു തആല പറയുന്നു, എനിക്ക് ആർത്തവമായാൽ പോലും, വലിയ അശുദ്ധിയായാൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിയിൽ എന്റെ തല ചായ്ച്ചു വെച്ച് എനിക്ക് ദിക്റുകൾ ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ചു തരുമായിരുന്നു. മാഷാ അല്ലാഹ്. ഞങ്ങൾ ഒന്നിച്ച് ഓട്ട മത്സരം സംഘടിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആമിന ബി പെറ്റെ അഹമ്മദ് യാ റസൂലേ, അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ. ഭൂമി നടുവ മക്ക ഭൂജാതനായ ഭൂപതി മുസ്തഫാവേ, പുണ്യപൂർണ്ണ നിലാവേ, കാമിലുൽ ഇൻസാനി ഖാതിം നബി റസൂലേ, അഖില ജഗത്തിൻ വിത്തേ അഹമ്മദ് യാ റസൂലേ. ഒന്നിച്ച് ഓട്ട് മത്സരം. ആദ്യം ജയിക്കുന്നത് ആയിഷാ ബിബി റളിയല്ലാഹു തആലയാണ്. ഒന്നാമത്തെ ഓട്ടത്തിൽ വലിയ സന്തോഷമായി, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ആയിഷ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആയിഷാ ബിബി റളിയല്ലാഹു തആല ഒന്ന് തടിവെച്ചപ്പം, വണ്ണം കൂടിയപ്പോ വീണ്ടും ഒരു ഓട്ട മത്സരം സംഘടിപ്പിച്ചു. അന്ന് ജയിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആയിഷ അന്നെന്നെ തോപ്പിച്ചില്ലേ, അതിന്റെ പകരമാണ് കേട്ടോ. നോക്കുങ്ങള്, ഒന്നിച്ച് കുളിക്കുന്നു, ഒന്നിച്ച് ഒരേ പാത്രത്തിൽ കുളിക്കുന്നു, ഒന്നിച്ച് കഥകൾ പറയുന്നു, ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. മാഷാ അല്ലാഹ്. ആയിഷാ ബിബി റളിയല്ലാഹു തആല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളത്തിന്റെ പകുതി ഇങ്ങ് മേടിച്ചിട്ട് ആയിഷാ ബീബി എവിടെ വെച്ചാണോ, ചുണ്ടിന്റെ ഏത് ഭാഗത്ത് വെച്ചാണോ കുടിച്ചത്, അതേ ഭാഗത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെള്ളം കുടിച്ച് മുഴുമിപ്പിക്കും. ആയിഷാ ബീബിക്ക് ഒരു സന്തോഷമാട്ടെ. മാഷാ അല്ലാഹ്. ആലോചിച്ച് നോക്ക്, എന്തൊരു ഊഷ്മളത, എന്തൊരു സ്നേഹബന്ധമാണ് അവിടുത്തെ കുടുംബജീവിതത്തിൽ. ആയിഷാ ബീബി പറയുന്നുണ്ട്, എന്നെ ജോലിയിൽ സഹായിക്കും, ഞാൻ പറയുന്നതെല്ലാം കേൾക്കും, കഴിയുന്നവർ കേൾക്കും, എന്നിട്ട് അതിന്റെ പരിഹാരം തരും. മാഷാ അല്ലാഹ്. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഈ സന്തോഷവും സ്നേഹവുമാണ്. പക്ഷേ പിണക്കവും ഉണ്ട് അവിടുത്തെ ജീവിതത്തിൽ. ഒരിക്കൽ ആയിഷാ ബീബിക്ക് എന്തോ ഒരു സമ്മാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തളികയിലാക്കി കൊടുത്തു. ആയിഷാ ബീബി എന്തോ വെറുപ്പിലായിരുന്നു, ഒറ്റ തട്ടിട്ട് കൊടുത്ത് എല്ലാം പൊട്ടി താഴെ വീണു. നമ്മളാണെങ്കിൽ ഒരടിക്കത് മതി. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അടിയല്ല, നമുക്ക് മാതൃകയാണല്ലോ. ആയിഷാ ബീബി ഇന്ന് വല്ലാത്ത വെറുപ്പിലാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഇന്ന് വെറുപ്പിലാണല്ലോ എന്ന് പറഞ്ഞ് എല്ലാം തിരികെ വാരിയിട്ടു. ആയിഷാ ബീബി പിന്നീട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു വിഷയം. ഇണക്കവും പിണക്കവും അവിടുത്തെ കുടുംബജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ ഏറ്റവും മാന്യൻ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്ന പുരുഷനാണ്. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അവിടെ. നേരെ തിരിച്ച് പുരുഷന്മാർക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന് ഭാര്യ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു കൽപ്പനയില്ല. മാഷാ അല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയ പത്നിയും ഒന്നിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഒരു ദിവസം കിടന്നുറങ്ങി പാതിരാവായപ്പോ, തഹജ്ജുദിന്റെ സമയമായപ്പോ പ്രിയപ്പെട്ട ആയിഷാ ബിബി റളിയല്ലാഹു തആല എഴുന്നേറ്റപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുന്നില്ല. ചുറ്റുമൊന്ന് നോക്കി, എവിടെ പോയി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്? അവിടെ എല്ലാം നോക്കി, പഠിച്ചവനെ കാണുന്നില്ലല്ലോ. വല്ലാത്ത പ്രയാസമായി ആയിഷാ ബീബിക്ക്. ചുറ്റും നോക്കിയപ്പോ ആ മൂലയിൽ, ആ ഇരുട്ടത്ത് ഇങ്ങനെ ഇരുന്ന് കൈ രണ്ടും മേൽപോട്ടുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കണ്ണും നിറഞ്ഞൊഴുകി പ്രാർത്ഥിക്കുന്നു. ആയിഷാ ബീബി അടുത്തു പോയി ചോദിച്ചു, അങ്ങെന്തിനാണ് കരയുന്നത്? ഇങ്ങനെ കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്തിനാണ് കരയുന്നത്? എന്റെ പക്കലിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം വന്നു പോയോ? പെണ്ണുങ്ങളെ കേൾക്കണേ, എന്റെ പക്കലിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം വന്നു പോയോ? എനിക്ക് പുറത്തു തരണേ,
എന്റെ വാക്കിലോ എന്റെ നോക്കിലോ എന്റെ മൗനാനുവാദങ്ങളിലോ എന്റെ നടത്തത്തിലോ ഇരുത്തത്തിലോ എന്തെങ്കിലും പ്രയാസം വന്നു പോയിട്ടുണ്ടോ അങ്ങനെ എനിക്ക് പുറത്തു തരണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിരലുകൾ, പരിശുദ്ധമായ ആ വിരലുകൾ ആയിഷ ബീബിയുടെ ചുണ്ടിൽ വെച്ച് പറഞ്ഞു, ആയിഷ അങ്ങനെ പറയരുത്, നിന്റെ പക്കൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് കരയുന്നത്? ഞാൻ കരഞ്ഞത്, എന്റെ പ്രയാസം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി കിനാവിൽ സ്വപ്നത്തിൽ എന്റെ പ്രിയപ്പെട്ട ഖദീജയെ ഞാൻ കണ്ടു. ഖദീജ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിരിഞ്ഞുപോയി, അതാണ് എന്നോട് കരഞ്ഞു പോയത്. ആയിഷ ബീബിക്ക് വെറുപ്പ് പിടിച്ച് ആകെ ചൂടായി. നിങ്ങൾ ഈ കിളവിനെയും വയസ്സത്തേനെയും സ്വപ്നം കണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നിങ്ങൾ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഖദീജാന്റെ വീട്ടിലേക്ക്, ഖദീജാന്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക്, നിങ്ങൾക്ക് ഞാനില്ലേ, പിന്നെന്തിനാണ്? അങ്ങനെയാണല്ലോ പെണ്ണുങ്ങള്, പിന്നെന്തിനാണ് വീണ്ടും ഖദീജ 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 എന്ന് പറയുന്നത്? അത് കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണുകൾ നിറഞ്ഞു, അവിടുത്തെ കരളൊന്ന് പടഞ്ഞു. ആയിഷ, എന്റെ ഖദീജയെ കുറിച്ച് അങ്ങനെ പറയരുത്. എന്റെ ഖദീജ എന്റെ പ്രിയപ്പെട്ടവളാണ്, എന്റെ ഖദീജ എന്റെ പ്രിയപ്പെട്ടവളാണ്. എനിക്ക് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം പരിശുദ്ധ ഖുർആൻ ഇറങ്ങി. ഹിറാ ഗുഹയിൽ നിന്ന് ആ ഖുർആനിന്റെ ഓരോന്നും ഇറങ്ങുമ്പോ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞ് എന്നോട് വായിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും പറഞ്ഞ് ഞാൻ വായിച്ച് വേർത്തൊലിച്ച് പ്രയാസപ്പെട്ട് പനിച്ച് ഞാൻ വീട്ടിലേക്ക് ഓടിയപ്പോ നമ്മളാണെന്ന് പറയാ, നിങ്ങൾക്ക് കിട്ടിയ പോരാ, ഞാൻ പറഞ്ഞിട്ടില്ല ഇരട്ടത്തോ ഇരിക്കണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ, ഞാൻ പറയുന്നൊന്നും കേൾക്കലില്ലല്ലോ, നിങ്ങൾക്ക് കിട്ടിയ പോരെ, ഇനിയും കിട്ടണം നിങ്ങൾക്ക് എന്ന് നമ്മൾ ഭർത്താവിനോട് പറയാ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തല പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സമ്മിലൂനി, വേർത്തൊലിച്ച് പ്രയാസപ്പെട്ട് വിറങ്ങലിച്ച് പനിച്ചിങ്ങനെ കിടക്കുമ്പോ സമ്മിലൂനി യാ ഖദീജ, പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തുന്നണയ്ക്കൂ ഖദീജ, പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തുന്നണയ്ക്കൂ ഖദീജ. എന്നെ പുതപ്പെട്ടെന്ന് മൂടും, എനിക്ക് പനിക്കുന്നു, വറക്കുന്നു ഖദീജ. തന്റേടിയായ മക്കത്തെ റാണിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ പനിക്കുന്നത്, എന്തിനാ വറക്കുന്നത്, എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ ആരാന്ന്? നിങ്ങള് കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന ആളാണ്. ആദ്യം പറഞ്ഞ കാര്യം അതാണ്. നിങ്ങള് കുടുംബ ബന്ധം സ്ഥാപിക്കുന്ന ആളാണ്. അങ്ങ് അനാഥർക്ക് സനാഥത്വം നൽകുന്ന ആളാണ്. അങ്ങ് പാവങ്ങളുടെ പടത്തലവാണ്. എന്തിനാ ബേജാറാകുന്നത്, എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ പുതപ്പൊന്ന് എല്ലാം മാറ്റി നിങ്ങൾ ഇറങ്ങ്, സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട ആളാണ്. ആയിഷ, എന്റെ ഖദീജ എന്റെ ആശ്വാസത്തിന്റെ അവസാനത്തെ വാക്കാണ്. അതുകൊണ്ട് എന്റെ ഖദീജയെ കുറിച്ചൊന്നും പറയരുത്. എനിക്ക് സന്താന സൗഭാഗ്യം തന്നവളാണ്. മക്കത്തെ ഖുറൈശികൾ, മക്കത്തെ എന്റെ പ്രിയപ്പെട്ട ചുറ്റുവട്ടത്തുള്ള ശത്രുക്കൾ എന്നെ പരിഹസിച്ചു. എനിക്ക് ധനമില്ല, എനിക്ക് സമ്പത്തില്ല, എനിക്ക് ഒരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ മക്കത്തെ റാണിയെ വിവാഹം ചെയ്യാൻ അവരൊക്കെ വന്നപ്പോ അവര് പരിഹസിച്ചു. ഒന്നുമില്ലാത്ത ദരിദ്രനായ ഈ പടുദരിദ്രനായ മുഹമ്മദാണോ ഖദീജയെ വിവാഹം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ ഖദീജ പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ എന്റെ എല്ലാ സമ്പത്തും ഞാൻ മുഹമ്മദിനെ ഏൽപ്പിച്ചിരിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരവസരമാണ്. എന്റെ പ്രിയപ്പെട്ട ഖദീജ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ 40 വയസ്സും 25 വയസ്സുമാണ്. പക്ഷേ അവിടുത്തെ കുടുംബജീവിതത്തിൽ ഒരു കല്ലുകടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നത്. നമ്മളെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് വരുമ്പോ ഭാര്യമാര് കാത്തിരിക്കാറുണ്ടോ? ഉണ്ടോ? അവരെ നിങ്ങൾ കാത്തിരിക്കാറുണ്ടോ? സാരിയൊക്കെ കൊടുത്ത് നല്ല മേക്സിയൊക്കെ ധരിച്ച് നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദരിയായി പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളുമാണോ നിങ്ങൾ? ആണോ? നിങ്ങൾ എന്നാ നീ പറഞ്ഞത്? വേണ്ടാത്തൊരു ഭർത്താനം പറയണ്ടെന്നല്ലേ? പ്രിയപ്പെട്ട ഭർത്താവ് കയറി വരുമ്പോ അസ്സലാമു അലൈക്കും
വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ പുഞ്ചിരിയിൽ, ആ സ്നേഹത്തലോടലിൽ, ആ മനോഹരമായ വർത്തമാനത്തിൽ എല്ലാം ഭർത്താവ് മറന്നുപോകുന്നു. ജോലിയുടെ ടെൻഷൻ, ജോലിയുടെ ക്ഷീണം, തളർച്ച എല്ലാം ഭാര്യയുടെ ആ നോട്ടത്തിൽ, ആ ചിരിയിൽ, ആ സ്നേഹത്തലോടലിൽ എല്ലാം മറന്നുപോയിരിക്കുന്നു. മാഷാ അല്ലാഹ്, സന്തോഷം. വഅലൈക്കും അസ്സലാം. നിങ്ങൾ ഇങ്ങ് എത്തിയല്ലോ, ഇരിക്കി, ഇതാ അവിടെ ഇരിക്കി, ഈ വെള്ളം കുടിക്കി. ഭക്ഷണമൊക്കെ റെഡിയാണ്, ഒന്ന് കുളിച്ച് വൃത്തിയായാൽ ഭക്ഷണം തരാം. മക്കളൊക്കെ ഉറങ്ങാതെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വന്ന് മണവിയും ചോദ്യം തുടങ്ങുന്നേ, വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നതെന്തിന്, വല്ലായ്മ വല്ലതും ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ, വാക്കേറ്റമൊത്തോ കരുത്തോ ഗതികേട്, അംഗമുഖം വാടി കാണാനെനിക്കൂട്ടും, താക്കത്തില്ലല്ലോ കാരളെ ഗതികേട്. നോക്ക്, നിങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കരുതേ. എന്താ മുഖത്തൊരു വാട്ടം, എന്താ മുഖത്തൊരു പ്രയാസം? കണ്ണ് നിറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ഞാനും മക്കളും ഇല്ലേ? എന്റെ കയ്യിൽ 3-4 വളയുണ്ട്, കഴുത്തില് ആഭരണമുണ്ട്, സ്വർണത്തിനൊക്കെ നല്ല വിലയുണ്ട്. നിങ്ങളൊരു ബേജാറും വേണ്ട, എന്തിനാ പേടിക്കുന്നത്? മാഷാ അല്ലാഹ്, ഈ ഭക്ഷണം കഴിക്കി. ഭക്ഷണം കഴിച്ച് സന്തോഷത്തിലിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. മക്കളോട് പറയുന്നു, മോനെ ബിസ്മി ചൊല്ല്. ബിസ്മില്ലാ മറന്നോയോ? ബിസ്മില്ലാഹി അവ്വലുഹു വആഖിറുഹു. ഏറ്റവും നല്ല മദ്രസ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി, ഏറ്റവും നല്ല വിദ്യാഭ്യാസ കേന്ദ്രം ആ മേശയ്ക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. മോനെ ഭക്ഷണം കളയരുതേ. ഫലസ്തീനിലെ, ഗസയിലെ മക്കളൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഒരു വറ്റിന് വേണ്ടി അവര് നെട്ടോട്ടം ഓടുന്നത് കൊണ്ട് ഭക്ഷണം കളയരുതേ മോനെ, മോളെ. എന്തൊരു പാഠമാണ് കിട്ടുന്നത്. നോക്ക്, ഇരുന്ന് കഴിക്ക്, കുറച്ച് കഴിക്ക്, വേണ്ടത് മാത്രം ഇട്, ബാക്കി വെക്കരുതേ ഭക്ഷണം. ഉമ്മാന്റെ വായിലേക്ക് ഉപ്പ ഒരു ചോറിന്റെ ഉരുള, ഉപ്പാന്റെ വായിലേക്ക് ഉമ്മ ഒരു പൊരിച്ചമീന്റെ കഷ്ണം, ഒരു പപ്പടത്തിന്റെ കഷ്ണം. നോക്ക് സുഹറ, ഇഞ്ഞി വെച്ച ഈ മീൻകറി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി എന്തൊരു ടേസ്റ്റ് ആയത്. അച്ചാറ് പിന്നെ പറയണ്ട, പൊരിച്ച മീൻ ഒത്ത പൊരി. ഭർത്താക്കന്മാർ അങ്ങനെയൊന്നുമല്ല. അല്ല സുഹറ, ഇതിന് ഉപ്പൊന്നുമില്ലേ? ഒരു ഗുണവും ഇല്ലാലോ ഇതിന്, എപ്പോ ഇങ്ങനെ തന്നെയാ. പിന്നെ എന്നാ ചെയ്യാൻ തരും ഭാര്യമാര്? പിന്നെ അത് മതി എന്ന് വിചാരിക്കും. ഈ ചങ്ങായി എപ്പം നോക്കിയാലും പരാതിയാണ്, അത് മതി തന്നെ മതി അല്ലേ? നേരത്തെ തന്നെ ചോറ് വെക്കുമ്പോ, പത്തല് ചുടുമ്പോ, മീൻകറി വെക്കുമ്പോ, പച്ചക്കറി ഉണ്ടാക്കുമ്പോ അതിൽ സ്നേഹം കൂടി കൂട്ടിക്കുഴച്ചാണ് പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കുന്നത്. അതൊക്കെ കഴിച്ച് പിന്നീട് സമാധാനത്തിലിരിക്കുമ്പോ നോക്ക്, വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടേ, വില കൂടിക്കുന്ന എനിക്കറിയാം. ഉള്ളി കുറച്ചേ ഉള്ളൂ, തക്കാളി തീരെ ഇല്ല, ഗ്യാസ് തീരാനായിട്ടുണ്ട്. എല്ലാം സാമ്പത്തിക ചർച്ചയൊക്കെ ആ സമാധാനത്തിലുള്ള ഇരുത്തത്തിലാണ്. അല്ലാതെ തന്നെ കേറി വരുമ്പോ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, നിങ്ങളെ സലാം പറച്ചിൽ അടക്കട്ടെ. ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി നിങ്ങള്? മീൻ മേടിച്ചു, നിങ്ങൾ ഇറച്ചി മേടിച്ചിക്കോ, നിങ്ങൾ എന്താ പൊട്ടനായിപ്പിക്കോന്ന്. ഇപ്പം നോക്കിയാലും ഭർത്താവാന്ന് പറയൂ, ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യൻ. ഭർത്താവ് കയറി വരുമ്പോ ആകെ വിഷണ്ണനായി പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കയറണോ അല്ല പുറത്തേക്ക് പോകണോ ഇങ്ങനെ ചിന്തിക്കും. ഭർത്താവ് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നിരുന്ന് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ ഒരു പാട്ട്, നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കുഞ്ഞമ്മദ് കാ, ബഷീർ കാ, ഓരോരുത്തരുടെ പേര് വെച്ച് പാടിയാവേ. അടിക്ക് പിന്നീടെയും പോകേണ്ടി വരുമല്ല അല്ലേ? എന്തൊരു സന്തോഷം. അറ്റിത്തണുപ്പിച്ച കഞ്ഞിയൊരു കുഞ്ഞിക്കൈല് കുടിച്ചോളി, എന്നോട് ആറ്റക്കനിയായ മാരനൊരു നല്ല വാക്ക് പറഞ്ഞോളി, പറ്റാത്തതൊന്നും ഞാൻ ഇന്നോളം ചെയ്തതായി ഓർമ്മയിലില്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയമടുക്കുന്ന, അടുക്കളയിൽ നല്ല പണിത്തിരക്കിലാകുമ്പോ വേഗം പോയി ഒന്ന് പുറത്ത് തട്ടി, നോക്ക് പെണ്ണുങ്ങളെ ഞാൻ സഹായിക്കണം, നിങ്ങൾ സഹായിക്കൊന്നും വേണ്ട, നിങ്ങളത് ചോദിച്ചല്ലോ, അല്ല എന്താ ഒരു സ്പെഷ്യല്, നിങ്ങളെ കയ്യിൽ എന്താ ഒരു സ്പെഷ്യല്. ആ പാക്കറ്റ് മേടിച്ചൊന്ന് നോക്കുമ്പോ ആ പാക്കറ്റിൽ കുറെ മധുരമുണ്ട്. എന്താ വിശേഷം? ഇന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 45 വർഷമായി. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു സ്വീറ്റ്സ് മേടിച്ചാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടല്ലോ, നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടല്ലോ. ഭാര്യയുടെ കണ്ണൊന്ന് നിറഞ്ഞു, അറിയാതെ നിറഞ്ഞു. ഭാര്യ പറഞ്ഞു, നോക്ക്, നിങ്ങളെങ്ങാൻ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെ കുടുംബ ജീവിതം ഇല്ലാതായി പോയേനെ, ഞാൻ വഴിപിടിച്ചു പോയേനെ. അൽഹംദുലില്ലാഹ്, നിങ്ങൾ എന്റെ കുടുംബ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്.
ഭർത്താവ് അതേ വർത്തമാനത്തിന് തിരിച്ചൊരുത്തരം, നീ എൻ്റെ കുടുംബജീവിതത്തിൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായത്. ഞാനായത് നീ വന്നതിന് ശേഷമാണ്. എനിക്ക് നീ 5 മക്കളെ തന്നു, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവളാണ് നീ, അൽഹംദുലില്ലാ. അങ്ങനെ ഒരു വർത്താനം പരസ്പരം നിങ്ങൾ പറഞ്ഞാണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അത് മതി കുടുംബത്തിന്റെ സന്തോഷത്തിന്. ഒന്നിച്ചുറങ്ങി ഒന്നിച്ചെഴുന്നേറ്റ് രാവിലെ സന്തോഷത്തിൽ സുബഹി നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ഭർത്താവ് ജോലിക്ക് പോകാൻ, ചുരുക്കി പറയുകയാണ്, ഭർത്താവ് ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോകാൻ വേണ്ടി തത്രപ്പാടിലാണ്, പ്രയാസത്തിലാണ്. എല്ലാം ഭാര്യ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണ്. മുണ്ടും ഷർട്ടും, ഏതാണോ ഷർട്ടിന്റെ കളറ് അതേ മുണ്ടിന്റെ കര, ചെരുപ്പൊക്കെ ക്ലിയർ ആണ്, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ റെഡിയാണ്, മൊബൈൽ ഫുൾ ചാർജ്. അവസാനം ഭർത്താവിനോട് കണ്ണട എടുക്കാൻ മറന്നുപോയി. കണ്ണട എടുത്തുകൊണ്ടൊന്ന് തുടച്ച് കണ്ണുമ്മൽ വെച്ചു കൊടുത്തു. ആ വെക്കുന്ന അവസരത്തിൽ കിട്ടിയ അവസരം ഉപയോഗിച്ച് ഒന്ന് മുഖത്തൊരൊറ്റൊരു തലോടല്. മാഷാ അല്ലാഹ്. നോക്ക്, ഇന്നലെ നിങ്ങളെ ഷർട്ട് അലക്കിയപ്പോ, നിങ്ങളെ ട്രൗസർ അലക്കിയപ്പോ ഒരു 500 റുപ്യ കിട്ടിയിട്ടുണ്ട്. ഇതാ ആ പൈസ ഇതാ, അൽഹംദുലില്ലാഹ്. ഈ പെണ്ണുങ്ങൾ ഇപ്പം പറയും, കാലക്കേടിന് ഈ ചങ്ങായനെ വിളിക്കണ്ടേനോട്, ഞങ്ങൾക്ക് ആകെ കിട്ടുന്നൊരു പൈസ, അതും നിങ്ങൾ ഇല്ലാതാക്കുന്നതാണ് അല്ലേ? ഭർത്താവിനോട് അത് പറയുമ്പോ സന്തോഷത്തിൽ അത് ചിലപ്പോ നമുക്ക് തിരിച്ചു തന്നെ തരും. ഇങ്ങനെ എല്ലാം റെഡിയായി പുറത്തേക്ക് പോകുമ്പോ ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യ, നോക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, ഈ 2 വീലർ ഓടിക്കുമ്പോ, ഈ 4 വീൽ ഓടിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, എന്റെ കൂടെ പ്രിയപ്പെട്ട അബ്ദുൽ അസീസും പ്രിയപ്പെട്ട അഷ്റഫ് കെ ഉണ്ട്, രണ്ടുപേരുടെയും ഭാര്യമാരുമായി സംസാരിക്കുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ വിചാരിക്കും ഇതേത് പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്, പക്ഷേ അവർ പലപ്പോഴും എന്നോട് പറയും, ഭാര്യയാണ്, അവരോടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മാഷാ അല്ലാഹ്. ഭർത്താവിനോട് പറയും, നോക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഞാനും മക്കളും അനാഥരായി പോകും, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു അപകടവും വരുത്തല്ലേ പഠിച്ചോനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ നമ്മൾ യാത്രയയക്കിയാൽ, ഭർത്താവിനെ യാത്രയയച്ചാൽ നമ്മുടെ ഭർത്താവ് കാര്യമായ പ്രയാസത്തിലൊന്നും പെടുവല്ല. പോകാൻ നേരത്ത് ആ വിരലൊന്ന് പിടിച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് വലിച്ചിട്ട് ആ ഭർത്താവിനോട് പറയൂ, നോക്ക്, നിങ്ങള് എന്തെങ്കിലും സമ്പാദിക്കുമ്പോ, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ പ്രിയപ്പെട്ട പ്രാണേശ്വര, നോക്ക്, ഹറാമിന്റെ ഒരു അംശം നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ഒരു നായാ പൈസ എന്നെയും മക്കളെയും നിങ്ങൾ തീറ്റിപ്പിക്കരുത്. ഹലാല് മാത്രമേ നിങ്ങൾ കൊണ്ടുവരാവട്ടോ. ഭർത്താവ് സത്യം കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നതിന് നേരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇല്ല, അതൊന്നും ഇല്ല എന്ന് പറയും. എന്താണെന്നറിയോ? ഭർത്താവിന്റെ ഉള്ളു പടയുന്നുണ്ട്. ഭാര്യ ആ മനോഹരമായ സാരോപദേശം നടത്തിയപ്പോ, പടച്ചോനെ അൽഹംദുലില്ലാ, നീ എനിക്ക് നൽകിയ ഭാര്യ എത്രമാത്രം പരിശുദ്ധയാണ്. എവിടെ പോയാലും ഭാര്യ, ഓഫീസിൽ പോയാൽ, അല്ല നിങ്ങളെ ഷർട്ടും മുണ്ടും എപ്പോഴും കടക്കാണല്ലോ, അതിന്റെ കാരണം ഭാര്യയാണ്. നിങ്ങളെ വാട്ടർ ബോട്ടിൽ എപ്പോഴും വെള്ളം റെഡിയാണല്ലോ, അതിന്റെയും കാരണം ഭാര്യയാണ്. നിങ്ങളെ മൊബൈലിൽ ഒരിക്കലും ചാർജ് കുറഞ്ഞ് കണ്ടിട്ടില്ലല്ലോ, അൽഹംദുലില്ലാ, അതിന്റെയും ആള് ഭാര്യയാണ്. നിങ്ങളെ ഷൂ, നിങ്ങളെ ചെരുപ്പ്, നിങ്ങളെല്ലാം, എൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാദി അവളാണ്. അവളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അങ്ങനെ ഒരു കുടുംബജീവിതം നയിച്ചാൽ നമുക്ക് എന്നാ പ്രശ്നം? പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഭാര്യ ചിലപ്പം സൗന്ദര്യം കുറഞ്ഞിരിക്കാം, കറുപ്പോ വെളുപ്പോ കുറച്ച് കൂടിയിരിക്കാം, ചിലപ്പം സമ്പത്തിന്റെ കൂമ്പാരം ഉണ്ടായിരിക്കില്ല, കുഞ്ഞു വീടായിരിക്കും, ചിലപ്പം 4 വീൽ ഉണ്ടാവൂല, 2 വീലർ ആയിരിക്കും. എന്നാലും അൽഹംദുലില്ലാ, താഴത്തേക്ക് നോക്കണം നമ്മൾ, മേലത്തേക്ക് നോക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെക്കാൾ താഴെ നോക്കി നോക്ക്, റെഡിയാണ്. നമുക്ക് കിട്ടിയ അൽഹംദുലില്ലാ, നമുക്ക് കിട്ടിയ ശുക്ർ വലുതാണ്. അൽഹംദുലില്ലാ. ആ ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ടവൻ, എനിക്ക് അല്ലാഹു നൽകിയ സമ്മാനം, ആ ഭർത്താവിനെ സ്നേഹിച്ച് ബഹുമാനിച്ച്, ഞാൻ പറഞ്ഞല്ലോ അർറിജാലൂന ഖവ്വാമൂന അലന്നിസാ, നിങ്ങൾ പുരുഷന്മാരെ തരം താഴ്ത്തരുത് മക്കളുടെ മുമ്പിൽ വെച്ച്, ആൾക്കാരുടെ മുമ്പിൽ വെച്ച്. എന്റെ ഭർത്താവ് അങ്ങനെയാ, എന്റെ ഭർത്താവ് ഇങ്ങനെയാ, എന്റെ ഭർത്താവിന്റെ അടുത്ത് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയരുത്. സ്വകാര്യമായി അദ്ദേഹത്തോട് പറയാമല്ലാതെ നമ്മളെ മക്കളുടെ മുമ്പിൽ വെച്ച്, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച്, കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് അവരെ നിങ്ങൾ തരം താഴ്ത്തരുത്. ആ കടിഞ്ഞാൺ നിങ്ങൾ പൊട്ടിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബത്തിന്റെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് ആ സന്തോഷം നിലനിൽക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നവാസ് പാലേരിയുടെ വീട്ടിലേക്ക്, വില്യാപ്പള്ളിയിലെ
പ്രിയപ്പെട്ട മെഡിയേരി ഗ്രാമത്തിലെ പ്രിയപ്പെട്ട എല്ലാവരും ഞാൻ ഒരു ദിവസം ക്ഷണിക്കുന്നു. അങ്ങനെ കുറ്റ്യാടി പാലേരിയിൽ വന്ന് ചോദിച്ചു, പാലേരിന്റെ വീട്ടിൽ, നവാസ് പാലേരിന്റെ വീട്ടിൽ എങ്ങനെയാ പോവാ? ഇതിലോടി അങ്ങ് പോയാൽ മതി, പക്ഷെ ഇപ്പൊ നിങ്ങൾ പോണ്ട. ഇപ്പൊ ഓറ് ഭാര്യയും തമ്മിൽ ഭയങ്കര അടിയുണ്ടാകുന്ന സമയമാണ് അല്ലേ? അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, വീടൊക്കെ ഒക്കെയാണ്. അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കത് താൻ കാരാഗൃഹം, നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. വീട്ടിന്റെ നിലയും അതിന്റെ റൂമിന്റെ വലുപ്പവും അടുക്കള വലുപ്പമൊന്നും ഒരു വിലയും നിലയില്ല. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്, ഹൃദയലയം കാണും കുടിലേ മണിമാളിക. മാഷാ അല്ലാഹ്, ആ വീട്ടിൽ കയറി ചെന്ന് നോക്കുമ്പോൾ എന്തൊരു സന്തോഷം. ഖുർആൻ പാരായണം ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. നല്ല വൃത്തിയുള്ള കൊച്ചു വീട്. നേരെ അപ്പുറത്ത് പോയപ്പോ വലിയ വീട്, ഒരു സമാധാനവും ഇല്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കിണ്ണം, കിണ്ടി, ഒലക്ക, ഒരള്, അടിയോടടി. നമ്മള് പാലേരിന്റെ പാട്ടും വേണ്ട, പ്രവസംഗം വേണ്ട, ഓടിക്കോ എന്ന് പറഞ്ഞ നമ്മൾ ഓടും വീട്ടുന്നല്ലേ. സമാധാനം, അതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ബൈത്ത്, മസ്കൻ, നമ്മുടെ വീടിനെ കുറിച്ച് അങ്ങനെയാണ്. മൻസിൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഡെഫിനിഷനാണ്. ബൈത്ത്, മൻസിൽ, മൂന്ന് സാധനമുണ്ട്. ബൈത്ത്, മൻസിൽ, സക്കൻ, മസ്കൻ. നമ്മൾ പറഞ്ഞല്ലോ 3 എണ്ണം. ഈ 3ഉം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എവിടെ പോയാലും വീട്ടിലെത്താനുള്ള ഒരു ത്വര. എവിടെ പോയാലും നമുക്ക് വീട്ടിലെത്തണം. എവിടെ പോയാലും എന്റെ ഭാര്യന്റെ അടുത്ത് എത്തണം. എവിടെ പോയാലും ആ ബെഡ്ഷീറ്റ്, ആ കിടക്ക, ആ കൊച്ചു റൂം, ഗൾഫിലെ 160 ഏറ്റവും വലിയ ബുർജ് ഖലീഫയിൽ പോയാലും ഭർത്താവ് അവിടെ നിന്ന് വിളിച്ചാലും എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുത്ത് എത്തണം. ആ കട്ടിലിൽ, ആ കുഞ്ഞു പുതപ്പിൽ, ആ കുഞ്ഞു ബെഡ്ഷീറ്റിൽ ഒന്നായി ഉറങ്ങുന്നതാണ് എന്റെ സ്വർഗലോകം.